നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലായിടത്തുമുള്ള ഒരു പ്രശ്നമാണ് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവരെ വരെ, വഴിയിൽ കൂടെ നടന്നു പോകുന്നവരെയും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെയൊക്കെ തന്നെ നായ്ക്കൾ ഇത്തരത്തിൽ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടമായിട്ട് തെരുവ് നായ്ക്കൾ വരുമ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അധികം ആളുകളില്ലാത്ത വഴിയാണെങ്കിൽ അവിടെ കിടന്ന് അവർക്ക് ആ കടി കിട്ടുക മാത്രമാണ് ഒരു വഴിയുള്ളൂ. ഒരുപക്ഷെ ആൾക്കാരൊക്കെ കൂടുന്ന ഒരു കവലയോ മറ്റോ ആണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ വല്ലവരും വന്ന് അവരെ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ മേഖലയിലും ഇന്ന് ഏതൊക്കെ ഒരു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പോയോ അവിടെയൊക്കെ തന്നെ തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്. പല ഭാഗങ്ങളിലും ആളുകൾ തന്നെ അതിനെതിരെ മുൻകൈ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാതൃകയാവുകയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന ഭരണസമിതി തയ്യാറായിരുന്നില്ല. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം BJPയുടെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ജനുവരി അവസാനത്തോടെ ആദ്യഘട്ട നടപടി തുടങ്ങുമെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ വാക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് BJP ഉറപ്പ് നൽകിയിട്ടുള്ള ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അതും VV രാജേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിയിലെ അംഗങ്ങൾ നേരിട്ടിറങ്ങിയാണ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ശ്രീകാര്യം മടവൂർ പാറയ്ക്ക് സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ അനധികൃതമായി പാർപ്പിച്ച തെരുവ് നായ്ക്കളെ മേയർ അഡ്വക്കേറ്റ് VV രാജേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെത്തി ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശവാസികളാണ് വിഷയം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജനുവരി മാസം അവസാനിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്നും നായ്ക്കളെ മാറ്റാമെന്ന് ഉറപ്പ് മേയർ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മേയറും നേരിട്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ABC സെന്ററിൽ സ്ഥലം ഒരുക്കി. ഇവിടെ 67 നായ്ക്കളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് പരമാവധി നായ്ക്കളെ മാറ്റുമെന്നും അറിയിച്ചു. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവയെ കൊണ്ടുപോകും. വാക്സിനേഷനും അടക്കം നൽകി ഇവയെ ഷെൽട്ടറിലേക്ക് മാറ്റും. തെരുവ് നായ പ്രശ്നം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിഹരിച്ചിരിക്കുമെന്നും VV രാജേഷ് ഇതോടുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെ ഫോട്ടോസ് അടക്കം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണത്തിൽ വന്നാൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ഡിസംബർ 26-ന് അധികാരത്തിൽ വന്ന നാൾ മുതൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി തുടക്കം എന്ന നിലയ്ക്ക് 50 നായ്ക്കളെ പൂവാറിലെ ഷെൽട്ടറിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, വിവിധ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ച നായ്ക്കളെ ABC ചെയ്തതിനു ശേഷം വാക്സിനും മറ്റു മരുന്നുകളും നൽകി ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പൂവാറിലെ നോട്ടി പെറ്റ്സ് എന്ന ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ശ്രീമതി സംഗീത സുരേഷിന്റെ ഉടമസ്ഥതയിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഷെൽട്ടറിൽ നിലവിൽ 137 നായ്ക്കളുണ്ട്. കോർപ്പറേഷൻ നൽകിയ 50 നായ്ക്കളെ പ്രത്യേകതരം ബെൻഡ് ധരിപ്പിച്ച് 2 കൂടുകളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും കരുതിയിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ ശ്രീരാഖിന്റെ നേതൃത്വത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നിരീക്ഷണവും നടത്തുന്നുണ്ട്. നായ്ക്കളുടെ ആരോഗ്യം തെരുവിൽ നിന്ന് പിടിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഷെൽട്ടർ പ്രവർത്തിക്കുന്ന ഏത് സമയത്തും സംഗീതയുടെ അനുവാദത്തോടെ മാധ്യമപ്രവർത്തകർക്കും മൃഗസ്നേഹികൾക്കും ഷെൽട്ടർ സന്ദർശിക്കാവുന്നതാണ്. കാട്ടായിക്കോണത്തെ പോലീസ് ഉദ്യോഗസ്ഥ മെറ്റിൽഡയുടെ വീട്ടിൽ നിന്നുള്ള നായ്ക്കളെ ഇന്ന് മുതൽ കോർപ്പറേഷൻ ABC സെന്ററിലേക്ക് മാറ്റി തുടങ്ങും. വിവിധ NGOകളുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കുവാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ലഭിക്കുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവ് നായ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും. പോലീസുകാരിയുടെ നായ വളർത്തൽ കാരണം ബുദ്ധിമുട്ടിലായ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ നാട്ടുകാർക്ക് ഒടുവിൽ ആശ്വാസമേകുകയാണ്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ തെരുവ് നായ്ക്കളെ വീട്ടിൽ വളർത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒടുവിൽ സംഭവം വാർത്തയായതോടെയാണ് ഒരു മനംമാറ്റം ഉണ്ടായത്. മുന്നിൽ മതിലില്ലാത്ത വീട്ടിലെ മുറികളിലും ടെറസിലുമായാണ് ഇത്തരത്തിൽ നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കടക്കം ഒരുപാട് ശല്യമായിരുന്നു ഇത് കാരണം ഉണ്ടായിരുന്നത്. രാപ്പകൽ ഭേദമന്യേയുള്ള കുരയും പരിസരത്തെ രൂക്ഷമായ ദുർഗന്ധവും കാരണം വീട്ടിൽ കഴിയാത്ത അവസ്ഥയാണെന്ന് രമ്യ പറയുന്നു. 3 വർഷം മുമ്പ് രമ്യ ഇവിടെ വീട് വയ്ക്കുമ്പോൾ 2 നായ്ക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തെരുവിൽ നിന്ന് നായ്ക്കളെ കൊണ്ടുവന്നതോടെ എണ്ണം 70ഓളമായി.
നായ്ക്കളുടെ ആക്രമണം ഭയന്ന് രമ്യയുടെ 10 വയസ്സുള്ള മകനെ പലപ്പോഴും സ്കൂളിൽ അയക്കുവാനോ പുറത്തിറങ്ങാനോ കഴിയുന്നില്ല. ഇലക്ട്രിസിറ്റി, വാട്ടർ മീറ്റർ റീഡിങ്ങിനായി ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് വരാറില്ല. മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയാണ് പതിവ്. ഗ്യാസ് സിലിണ്ടർ എത്തിക്കാനോ ഓൺലൈൻ ഡെലിവറിക്കോ ജീവനക്കാർ തയ്യാറാകുന്നില്ല. നായ്ക്കളെ ഭയന്ന് പോലീസിനെ വിളിച്ചാണ് പലപ്പോഴും ഇവർ സ്വന്തം വീട്ടിലേക്ക് കയറുന്നത് പോലും. എന്നാൽ ഇപ്പോൾ പോത്തൻകോട് പോലീസും സഹായിക്കുന്നില്ലെന്ന് രമ്യ പറഞ്ഞിരുന്നു. ഇറച്ചി കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും എത്തിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളാണ് നായ്ക്കൾക്ക് നൽകുന്നത്. ഇത് പരിസരത്താകെ ദുർഗന്ധം പടർത്തുന്നുണ്ടായിരുന്നു. നഗരസഭ, ഓംബുഡ്സ്മാൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടായക്കോണം വാർഡ് കൗൺസിലർ സിന്ധു ശശി രമ്യയുടെ വീടും സന്ദർശിച്ചിരുന്നു. 17-ാം തീയതി നേരിട്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് മേയർ VV രാജേഷ് അന്ന് ഉറപ്പ് നൽകിയതായി കൗൺസിലർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മേയർ പറഞ്ഞത് വെറുതെ ആയില്ല. കൃത്യമായി തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തെരുവനായ ശല്യം കുറയ്ക്കുമെന്നുള്ളത്. അതിനനുസരിച്ച് ഇപ്പോൾ കൃത്യമായി നടപടിയെടുക്കുകയും അതും വളരെ വേഗത്തിലുള്ള നടപടിയെടുക്കുകയും ഒരു മാതൃകയാവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു തെരുവനായ ശല്യം അത് എല്ലായിടത്തുമുണ്ട്. പലയിടത്തും കുട്ടികൾ വരെ മരണത്തിന് വരെ ഇടയാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കൾ നടത്തുന്നത്. ഇതിനെ കൃത്യമായി പിടിച്ചുകൊണ്ടുപോയി നല്ല സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിൽ ആവശ്യത്തിന് ഭക്ഷണവും വാക്സിനുകളൊക്കെ തന്നെ നൽകി പാർപ്പിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത്. ഏതായാലും മറ്റുള്ള കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ തന്നെ മാതൃകയാക്കാൻ തരത്തിലുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. ഏതായാലും ഇതോടുകൂടി തീരുന്നില്ല. ഇനിയും പല മേഖലകളിലുമുണ്ട്. പല ആളുകളും കമന്റുകളിലൂടെയൊക്കെ തന്നെ മേയറുടെ ഈ ഒരു പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ടും വരുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരവധി ആളുകളാണ് മേയറുടെ ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങൾ ചെയ്തത് വളരെ നല്ല പ്രവൃത്തിയാണ്, ഇനിയും പല മേഖലകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ പല സ്ഥലങ്ങളും നായ്ശല്യമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ മേയറുടെ ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റായിട്ട് മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ തന്നെ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി പരിഹാരം കണ്ടെത്തുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.